നിനക്കൊക്കെ എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി. എടാ ഞാൻ ഫ്രാൻസിസ്. ഇതാണ് ഞാൻ ഒരു വേഷം കെട്ടാത്ത. വേഷം കെട്ടി കഴിഞ്ഞാൽ പെറ്റ തള്ളക്ക് പോലും മനസ്സിലാവും. രാവിലെ ഓഫീസിൽ കണ്ടപ്പോ ഈ കോലത്തിലുണ്ടായിരുന്നല്ലേ? ഞാൻ വർക്കായിട്ട് വന്നത്. ഇത് ചെളിയാ? ചെളിയൊന്നുമല്ല, അമ്പലത്തിലെ ചന്ദനം ആളറിയാതിരിക്കാൻ തേച്ചത്. അതവിടെ നിൽക്കട്ട്. ഞാൻ ഈ കാണിക്കുന്ന ഉത്തരവാദിത്വം നിനക്കുണ്ടോ? നിന്നെ ഞാൻ എങ്ങോട്ടാണ് പറഞ്ഞു വിട്ടത്? രാവിലെ മാർജിൻ ഫ്രീയിൽ പോയി 5000 രൂപ വാങ്ങിക്കാൻ പറഞ്ഞു. ഞാൻ പോയി. എന്നിട്ട് വാങ്ങിച്ച പൈസ വാങ്ങിച്ചില്ല. ഞാൻ അവിടെ പോയി ഒരു ഫ്രൂട്ട് കുടിച്ചോണ്ടിരുന്നപ്പോ കൊച്ചിനെ കാണാനില്ലെന്ന് പറഞ്ഞു. ഫ്രൂട്ടി ഉണ്ടാക്കാനാടാ നിന്നെ രാവിലെ പറഞ്ഞു വിട്ടത് അങ്ങോട്ട്? ഫ്രൂട്ടി കുടിക്കാൻ കുടിച്ചോണ്ടിരുന്നപ്പോ കൊച്ചിനെ കാണാൻ. ഞാൻ അത് കഴിഞ്ഞിട്ട് പൈസ കൊച്ചിനെ കാണാൻ. പിന്നെ ചാരു കൊച്ചിനെ കാണാനില്ല. ചാരുമോളെ മാത്രമല്ല, രണ്ട് പൂലൊക്കെ കിഴങ്ങി നീ കോഴിക്കുഞ്ഞുങ്ങളാണ് വളർത്തുന്നത്. പിള്ളേരൊക്കെ എവിടെയാണ് ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് കളയണല്ലേ? ആ സ്ഥലത്ത് പോവരുതെന്ന് ഞാൻ പറഞ്ഞു. നീ പണയും കുറെ. ഏത് സ്ഥലത്ത് പോകരുതെന്ന് പിള്ളേരെ നോക്കാൻ വേണ്ടി പോണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നോക്കി തരാന്ന് പറഞ്ഞു. നിങ്ങൾ നിന്റെ വീടിന്റെ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? ഇല്ല. നീ അതിന് എന്റെ സ്റ്റാഫിനെ വിളിച്ചോണ്ട് പോണെന്ന് ഞാൻ എന്റെ ഓഫീസിലെ കാര്യത്തിനല്ലേ ഇവൻ അവിടെ നിയമിച്ചിരിക്കുന്നു. അല്ല, എന്റെ കൊച്ചായോണ്ട് ഞാൻ പോയതാണ്. നിന്റെ കൊച്ചാ? ഓ ചാരു. അപ്പൊ എന്റെ കൊച്ചുങ്ങൾ ആര് നോക്കും? എന്റെ മെറ്റൽടേക്ക് എന്റെ പിള്ളേർക്ക് ഞാനേ ഉള്ളൂ. 5000 രൂപ കിട്ടിയിട്ട് വേണം മൂത്ത കൊച്ചിന് യൂണിഫോം എടുക്കാൻ. അറിയാമോ? ഞാൻ പോയി വാങ്ങിച്ചോളാം, കുഴപ്പമില്ല. നീ ഇനി ഉണ്ടാകണ്ട, ഞാൻ പോയിക്കോളാം. പെമ്പിള്ളേർ ഇതേത് കൊച്ച്? അത് അവിടെ നിൽക്കുന്ന പുതിയ എവിടെ കളയാത്തത്? എന്നിട്ട് അവളെ കൂടെ അന്വേഷിച്ചു. അങ്ങനെയൊന്നും പറയല്ലേ അളിയാ, പാവം പിള്ളേരാണ് കേട്ടാ. എന്റെ ഓഫീസിന്റെ അവസ്ഥ നിനക്ക് അറിയാമല്ലോ. അറിയാമോ? രാവിലെ 5000 രൂപ ഇനി ആ മാർജിൻ ഫ്രീയിൽ പോയാൽ അവൻ തരുമോ? കുഴപ്പമില്ല, അത് വീട് ഞാൻ അന്വേഷിച്ച് നടക്കുന്നത്. എന്തെങ്കിലും ഒരു ലീഡ് കിട്ടി എവിടെ പോകുന്നുണ്ടോ? പോയിട്ടുണ്ടോ? പിള്ളേർ കണ്ടാ? ഞാൻ അതിനല്ല വന്നത്. ഞാൻ വന്നത് വേറെ ഒരു പെണ്ണിനെ പൊക്കായി. അവള് ഈ പ്രണയം നടിച്ച ആളുകളെ നിന്ന് പൈസ തട്ടിക്കുന്നു. എൻ്റെ ഒന്നും പോയി 500 രൂപ. അതേപോലെ ഇത് ചിരിക്കണ നിന്നെയൊക്കെ പോലെ ഉള്ള തന്നെ ചാരുവിനെ കണ്ടുപിടിക്കാൻ നടക്കണം. 2 കണ്ടില്ല. എവന്റെ ജോലിക്കല്ല ഞാൻ നിന്നെ നിയമിച്ചത്. എന്റെ പൊന്നു ബോസ്, ഞാൻ അത് എങ്ങനെയാണ് ചെയ്ത് തരാം. പൈസ തന്നാ പോരെ, ഞാൻ തപ്പി കണ്ടുപിടിച്ച് കൊണ്ടുണ്ടായി തരാം. നീ വേണ്ട പോ. വേണ്ടല്ല മക്കളെ പോ. വൈകുന്നേരം വരണേ. വരാം. അവിടെ ഒരു ഓഫീസുണ്ട്, ഓർമ്മ വേണം കേട്ടോ. ഈ വിക്ക് എവിടെ നിന്ന് വാങ്ങിച്ചത്? വാടകയ്ക്ക് എടുത്ത് 50 രൂപ ഡെയിലി 50 രൂപ. വാങ്ങണമെങ്കിൽ എത്ര കൊടുക്കണം? ബാബുണ്ണന് എത്ര കൊടുക്കണം? ബാബുണ്ണനല്ല, വാങ്ങണമെങ്കിൽ എത്ര കൊടുക്കണം? വാങ്ങണമെങ്കിൽ നീ പോയി വാങ്ങിക്കണമെങ്കിൽ 500 രൂപ ആവും. ഞാൻ വാങ്ങിച്ചാൽ 400 രൂപയ്ക്ക് വാങ്ങിച്ചു തരാം. ഞാൻ 400 രൂപ എനിക്ക് വാങ്ങിച്ചു തരുമോ? പൈസ തരാം. അല്ല നിനക്കെന്തിനിത്? ഇത് മറയ്ക്കാൻ വേണ്ടി. നിനക്ക് ഈ കഷണ്ടിയാണോടാ നല്ലത്? നീ ഇതൊക്കെ വെച്ച് ആ രുക്കുവിന്റെ അടുത്ത് പോയാൽ അവള് വേറെ ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോകും. ചാരൂല്ല എനക്ക്. അല്ലെങ്കിൽ അഴുക്ക മുഖം. എന്നാ പോട്ടെ ഞാൻ. ഓ ശരി. എന്റെ ചെറുക്കനെ വൈകുന്നേരം വിട്ടു തരണം. ഓ വരണാടാ പാവി വൈകുന്നേരം.